നമ്മുടെ കുരുമ്പ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ കൊടുങ്ങല്ലൂരുള്ളത്. തൊഴാൻ വന്നിരിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം. ഇത് ബലി കൊടുക്കാനുള്ള കോഴികളാണ്, കുരുതി കൊടുക്കാനുള്ള കോഴികൾ. ഇത് കുളപ്പര. ജെൻസിനും ലേഡീസിനും വേറെ വേറെ സ്ഥലങ്ങൾ ഉണ്ട്. ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് ദേവിയെ തൊഴാൻ പോവാം. കൂടാതെ ഇവിടെ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാർക്ക് പാല് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ, ഫീഡിംഗ് റൂം. കുളത്തിൽ വെള്ളം ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം. മഴ പെയ്ത് വെള്ളമുണ്ട്, എന്നാലും അത്ര അധികം എന്ന് പറയാനായിട്ടില്ല. നിറച്ച് ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. പിന്നെ മീൻ കണ്ടില്ലേ, ചെറിയ ചെറിയ മീനുകൾ നിറച്ചുണ്ട് ഇതില്. ഇത് നമ്മൾ വലം വെച്ച് വരുമ്പോ വസൂരി അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയി മഞ്ഞള് ദേവിക്ക് ചാർത്തും. അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ വഴിപാട് ചെയ്യാറുണ്ട്. കുരുതിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് നമ്മുടെ ക്ഷേത്രപാലകന്റെ നട. തൊട്ടടുത്ത് തന്നെ തേങ്ങ ഉടച്ച് നമ്മുടെ ദുരിതങ്ങൾ തീർക്കുന്ന സ്ഥലമാണ്. ദേവിക്ക് മുട്ട അറക്കുന്ന സ്ഥലമാണത്. ഭക്തന്മാര് മുട്ടറുത്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്ന സ്ഥലം. തൊഴുതിട്ട് നമുക്ക് നേരെ നടയിലേക്ക് പോവാം. ചുറ്റും നിറച്ച് ആൽത്തറകളൊക്കെ ഉണ്ട് കേട്ടോ. ദീപസ്തംഭത്തിലൊക്കെ വിളക്ക് കത്തിച്ച് നല്ല ഭംഗിയിലാണ് ഇരിക്കണേ. എല്ലാവിടെയും നിറച്ചിങ്ങനെ ലാഡറൊക്കെ വെച്ച് കയറി നിന്ന് എല്ലാം കത്തിച്ച് നല്ല തെളിഞ്ഞ ഒരു ദീപക്കാഴ്ച തന്നെ നമുക്ക് കാണാം. ഇവിടെ ആൾക്കാർ തൊഴുത് വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കാണുന്നത് തവിടുമുത്തി. തവിടുമുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. കാണിച്ചു തരാം. തവിടുമുത്തിക്ക് തവിട് വഴിപാട് കൊടുക്കുന്ന സ്ഥലം. തെക്കേ നടയാണ്. തെക്കേ നടയിൽ നിന്ന് നമ്മൾ തൊഴുന്ന സ്ഥലമാണ്. കുറേ ആൽത്തറകളും ആലും കേട്ട് ചുറ്റും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ. ഞാനും തൊഴുതിറങ്ങി. ഇത് നമ്മുടെ നടയാണ്. ഭഗവതിയെ കാണാൻ അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിലെ നട. അമ്മേ ദേവി. ഇതിന്റെ അരികിലായിട്ട് നമുക്ക് പ്രസാദം കിട്ടുന്ന കൗണ്ടർ, പിന്നെ ചരട് ജനിച്ചതൊക്കെ ഇവിടെ തന്നെ കിട്ടും. പിന്നെ പൂജാ സാധനങ്ങൾ, തേങ്ങ, അങ്ങനെയുള്ള വഴിപാട് സാധനങ്ങളൊക്കെ അപ്പുറത്ത് കിട്ടും. നേരെ കാണുന്നതാണ് കുളിക്കടവിലേക്കുള്ള വഴി. പിന്നെ ഇത് റെസിപ്റ്റ് കൗണ്ടർ. ഇത് വടക്കേ നട കേട്ടോ. വടക്കേ നടയിൽ നിന്നുള്ള നടപ്പരയാണ് കാണുന്നത്.
നമുക്കെല്ലാവർക്കും ദേവീനെ നന്നായി തൊഴാം. ദേവിയുടെ അനുഗ്രഹം വാങ്ങാം. നിങ്ങളെല്ലാവരും വന്ന് ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങണം കേട്ടോ. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.